ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഒരു ക്രാഫ്റ്റിംഗ് ആണ് കേട്ടോ. ആ ഒരു ഓർഗനൈസറാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു A4 ആണ് നമുക്ക് വേണ്ടത്. എത്ര കമ്പാർട്ട്മെൻറ്റ്സ് നിങ്ങൾക്ക് വേണോ അത്രയും A4 ഷീറ്റ് നിങ്ങൾ എടുക്കണം. ഓരോന്നിനും ഓരോ A4 വെച്ചിട്ട് വേണം ആവശ്യമുണ്ട് കേട്ടോ നമുക്ക്. എന്നിട്ട് ഇതുപോലെ സ്ക്വയർ ആക്കി എടുക്കുക. പേപ്പറിനെ A4നെ കറക്റ്റ് സ്ക്വയർ ആക്കി എടുക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കിയിട്ട് സ്ക്വയർ ആക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കിയെടുക്കുക. അപ്പോൾ ഗൈസ്, ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യുക. ഫസ്റ്റൊക്കെ നിങ്ങളൊരു വേസ്റ്റ് ബുക്കിൻ്റെ പേജൊക്കെ വെച്ച് ചെയ്യാൻ നോക്കുക. അപ്പോൾ A4 ചെയ്യുമ്പോൾ കുറച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഞാനും ഫസ്റ്റ് അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്തത്. ഇനി ഇതാ ഇവിടെ 3 ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഒരെണ്ണം കളർ A4 വെച്ചിട്ടും ബാക്കി സാധാരണ വെച്ചിട്ടാണ്. ഇനി ഇത് നമുക്ക് 3 കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഉണ്ടാക്കാം കേട്ടോ. 4 5 ഒക്കെ ആയിട്ട് ഉണ്ടാക്കാം. ഞാനിവിടെ 3 ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്കിതൊരു 2 സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുക്കാം. ഗം വെച്ചിട്ടായാലും ഒട്ടിച്ച് കൊടുത്താൽ മതി, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇവിടെ 3 കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള 2 സൈഡ് ടേപ്പാണ് കേട്ടോ. അപ്പോൾ ഒട്ടിച്ച് കൊടുക്കാം. നിങ്ങൾക്കിതിൽ വേണമെങ്കിൽ കവായി സ്റ്റിക്കേഴ്സൊക്കെ ആഡ് ചെയ്യാം. അത് കുറച്ചും കൂടെ ക്യൂട്ടാക്കി എടുക്കും. ഇതിനെ നല്ല ക്യൂട്ടായിട്ടുണ്ടാവും ലാസ്റ്റ് ലുക്ക് കാണാനായിട്ട്. അപ്പം ഞാനിവിടെ കുറച്ച് സ്റ്റാറിൻ്റെ സ്റ്റിക്കേഴ്സാണ് കേട്ടോ ഒട്ടിച്ച് കൊടുക്കുന്നത്. യെല്ലോയും വൈറ്റും ഒക്കെ അതിലുണ്ടായിരുന്നു. സോ അപ്പോൾ അതാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് ഞാൻ. നിങ്ങൾക്ക് കളർ A4 വെച്ചിട്ട് തന്നെ ചെയ്യണമെന്നില്ല. കളർ അടിച്ച് കൊടുത്താലും മതി, പെയിൻ്റ് അടിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ ഫൈനൽ ലുക്ക് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.